ഹായ്, എന്തൊക്കെ വിശേഷം? സുഖമല്ലേ? അപ്പോൾ അതാ നമ്മൾ ചെറുതായിട്ടൊന്ന് പുറത്ത് പോവാം. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ പെണ്ണിന് ഈ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ എന്ന്. അല്ല, വേറെ ഡ്രസ്സ് ഉണ്ട്. പക്ഷെ ഞാൻ എന്നൊക്കെ ഹോസ്പിറ്റലിൽ പോകണോ അന്നൊക്കെ ഞാൻ ഈ ഡ്രസ്സ് മാത്രമേ ഇടുള്ളൂ. ഇന്ന് നമ്മൾ പോണത് നമ്മുടെ പല്ലിൻ്റെ കമ്പി മുറുക്കാനാണ്. ഇനി ഈ ഡ്രസ്സ് ഇട്ട് എന്നെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കണം എന്ത്, ഞാൻ ഹോസ്പിറ്റലിൽ വരെ പോവാണെന്ന്. മനസ്സിലായോ? അങ്ങനെ അതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കമ്പി കുറച്ചായി ലൂസായിട്ട് പിന്നെ അങ്ങ് മുറുക്കാമെന്ന് വിചാരിച്ചു. ഈ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികളെ കാണുമ്പോൾ എനിക്ക് എൻ്റെ ചെറുപ്പം ഓർമ്മ വരുന്നത്. ഞാനും കുറേ നടന്നതാണ്. ബസ് വരെ കേട്ടോ, ഞാൻ സ്കൂൾ ബസ്സിലാണ് പോയിരുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ സ്കൂളിന് ചേർന്നാണ് നമ്മുടെ ക്ലിനിക്ക്. അവിടെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ വലിക്കുക എന്ന് എഴുതി വെച്ചിട്ടും ഞാനത് തള്ളി തുറക്കാൻ നോക്കി. വിവരദോഷി, വിവരക്കേട്, അല്ലാതെ എന്താ പറയുക. നമുക്ക് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഇരിക്കേണ്ടി വന്നെങ്കിലും നമ്മളെ പെട്ടെന്ന് തന്നെ അവർ വിളിച്ചു. അങ്ങനെ ഇതാ നമ്മൾ പോയി നമ്മുടെ പല്ലിൻ്റെ കമ്പിയൊക്കെ മുറുക്കി സെറ്റായി. ഇനി ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ബ്രേസ്ലെറ്റ് മുറിക്കാനാ. ഇത് വാങ്ങിച്ചപ്പോൾ കറക്റ്റ് ആയിരുന്നു, പെട്ടെന്ന് വലിപ്പം കൂടിയതാ, എന്താ സംഭവിച്ചതാവോ. എന്തായാലും അതൊക്കെ മുറിക്കാൻ കൊടുത്ത് പരിപ്പുവടിയും സമൂസയും വാങ്ങി നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു. അങ്ങനെ വീട്ടിലെത്തിയിട്ട് വേണം ഇതാദ്യം കഴിക്കാൻ. വിശപ്പിൻ്റെ ഉൾവിളി അത് കുറച്ച് കൂടുതലാണെന്ന് നിങ്ങൾക്കറിയാലോ. അങ്ങനെ ഇതാ വേഗം വീട്ടിലെത്തി ഞാനൊരു സമൂസ അകത്താക്കി. ഇത് സമൂസ തന്നെയാ, പക്ഷെ അതിൻ്റെ ഷേപ്പ് എന്തെങ്ങനെയാന്ന് എനിക്ക് എന്നോടാ. അപ്പോൾ ഓക്കെ, ബൈ.